ആർമിക്കാരൻ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. എല്ലാ തമിഴ് நண்பர்களுக்கும் நம்ம வீடியோவுக்கு முதல்ல வணக்கம் சொல்லிக்கிறேன். இப்போ நம்ம சேனலை நீங்கள் பார்க்குறதா இருந்தால் மலையாளம் பிடிக்கும், அப்படி கேரளா பிளேஸ் எல்லாம் பிடிக்குன்னு இருந்தால் சேனல் கண்டிப்பாக பாருங்க. அதுபோல் முதல் வாட்டி பார்க்குறதா இருந்தால் ചാനൽ സബ്സ്ക്രൈബ് பண்ணுங்கள், ലൈക്ക് பண்ணுங்கள், ഷെയർ பண்ணுங்கள். ഇനി മലയാളം ഓഡിയൻസിനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ തമിഴ് സുഹൃത്തുക്കളാരെങ്കിലും കാണണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇൻട്രോ തമിഴിൽ പറഞ്ഞത്. കൂട്ടുകാരെല്ലാവർക്കും സുമേഷ് ആട്ടം ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പാലക്കാട് വിട്ടു തമിഴ്നാട് ബോർഡറിലോട്ട് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഇടയ്ക്കൊന്ന് നിർത്തി നമ്മളേതായാലും ഇൻട്രോ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഇന്ന് പരിപാടി വേറെ ഒരു പ്ലാൻ ചെയ്തതാണ്, ക്യാൻസൽ ആയതുകൊണ്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിനോടൊപ്പം തന്നെ തൊട്ട് താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഓളെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും എനബിളാക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ പാലക്കാട്ടിലും ട്രാവൽ ചെയ്യുന്ന ഓരോ സ്ഥലത്തെയും വീഡിയോസ് നിങ്ങൾക്ക് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിലോട്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് നേരെ പോവാം വിത്ത് സോളോ ട്രാവലർ. ലെറ്റ്സ് ഗോ. ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ വാളയാറ് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ തമിഴ്നാടിൻ്റെ ഒരു ടച്ച് നല്ലതുപോലെ നമുക്ക് ഫീലാകാൻ പറ്റും. കാരണം അങ്ങനെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല സൂര്യൻ കത്തി ജ്വലിച്ച് തലയ്ക്ക് മുകളിൽ വരുന്നതിന് മുമ്പ് അവിടെ എത്താൻ നോക്കാം. നമ്മൾ കുറച്ചൊന്ന് വൈകി, വേറെ കുറച്ച് പരിപാടികളുള്ളതുകൊണ്ടാണ് വൈകിയത്. അപ്പോൾ നേരെ പോവാം. ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കാണുക. Searching for greatness in a sea of the dying and shameless, a sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it, and I don't think I'll be fine if I don't break my limitations. Don't try to stop me, I exist to write my own story. I'll make a decision if I want some peace or if I want the glory. Yeah, don't want a life that is complacent or possibly boring. I just want a life that is worth every day exploring. നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് എത്താനായിട്ട് നിൽക്കുകയാണ്. വാളയാറിൽ ഇപ്പോഴത്തെ ഇതാണ് കാഴ്ച. ദിലീപിൻ്റെ സിനിമയൊക്കെ കണ്ടവർക്ക് ഈ ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. പാലക്കാട്ടിൽ പുറത്തുള്ളവർക്ക് കേട്ടോ, ബാക്കി തൃശ്ശൂർ, കോയമ്പത്തൂർ, പാലക്കാട് ഇവിടെയുള്ളവർക്കൊക്കെ നാഷണൽ ഹൈവേ കൂടി കടന്നു പോകാതെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ പറ്റില്ല. ഏതായാലും ഇവിടെ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോകുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇന്ത്യൻ ആർമീൻ്റെ ഒരു ക്യാമ്പ് പോലത്തെ സംഭവം, അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് റോഡിൻ്റെ സൈഡായിട്ടൊരു ട്രക്ക് ഉമ്മാർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫയർ ചെയ്യുന്നത് യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആർമിക്കാരൻ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. കൂട്ടുകാരൻ നമ്മളിങ്ങനെ എവിടെ ഇപ്പം നിൽക്കുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല.
അതായത് നമ്മൾ കോയമ്പത്തൂർ പോകുന്ന ഒരു ഉക്കടത്തിൻ്റെ ഒക്കെ ഒരു 6 കിലോമീറ്റർ മുമ്പ് നമുക്ക് കോവൈപ്പത്തൂർ എന്ന് പറഞ്ഞിട്ട് റോഡുണ്ട്. ഡൈവേർട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് പോയ ഉക്കടവും ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ലൊക്കേഷനിലോട്ട് പോകുന്ന റോഡുമാണ്. നമ്മളങ്ങനെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം വന്നിട്ടുണ്ട്. നിൽക്കുന്നത് ഉണ്ടല്ലേ, ബാക്കിലും സൈഡിലൊക്കെ തെങ്ങിൻ തോപ്പും ഇതൊക്കെയാണ്. ഫ്രണ്ടിലൊരു കാട്ടാഴ്ച. അപ്പോൾ അങ്ങനെ നല്ല ലൊക്കേഷനൊക്കെ ഇടയിൽ വരുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വെറുതെ പോയ ആ സ്ഥലം മാത്രം നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളതല്ല. അതിനിടയ്ക്ക് നല്ലൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പാലക്കാട് പോകണം, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് തന്നെ പോകണം. തമിഴ്നാടാണെങ്കിൽ ഒരുപാട് ഇതുപോലത്തെ റോഡടിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂട്ടുകാരെ, നമ്മളിങ്ങനെ ആ സ്ഥലം എടുക്കാനായിട്ട് കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ റൂട്ടൊന്ന് മാറി കയറിയപ്പോൾ കറക്റ്റ് സ്ഥലം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിർത്തിയത്. ശിരുവാണി റോഡിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പള്ളം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, കാവപ്പള്ളം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് റൈറ്റാണ് കയറുന്നത്. റൈറ്റ് കയറി കഴിഞ്ഞിട്ടൊരു 6 കിലോമീറ്റർ കൂടി പോകാനുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട്. നമുക്കിവിടെ നേരെ പോവാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 സൈഡും നല്ല എന്താ പറയുക, തെങ്ങിൻ തോപ്പും കവുങ്ങിൻ തോട്ടമൊക്കെയാണ്. ഇന്നലെ ഇവിടെ വരികയാണെങ്കിൽ നല്ല അടിപൊളി തിരക്കായിരിക്കും. വണ്ടി പാസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള തിരക്കാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും ആളുകൾ പോയിക്കൊണ്ടും വന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ വരുമ്പോൾ കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലൊരു കമ്പൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. ഒരു ആചാരത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും അങ്ങനെ പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കർണാടക, ആന്ധ്ര ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളുടെ കയ്യിലും അതുപോലെ തന്നെ കമ്പുകൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളും ഇഷ്ടംപോലെ ആളുകളാണ്. ഇതിപ്പോൾ അവിടുത്തെ എല്ലാ ചടങ്ങുകളും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് പിറ്റേ ദിവസം. ഇന്നലെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ തന്നെ പറ്റില്ല. നമുക്ക് ഏതായാലും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ വണ്ടി അകത്തോട്ട് കടത്തി വിടില്ല. സെക്യൂരിറ്റിക്കാർ മാറ്റി വായിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ബൈക്കകത്തോട്ട് പോകാൻ ഇരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം കുറേ ദൂരം നമുക്ക് നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ശിവരാത്രി പ്രമാണിച്ചിട്ടായിരിക്കണം അകത്തോട്ട് കടത്തിവിടാൻ. വണ്ടി മറിക്കാനുള്ള സ്ഥലം പോലും ഇല്ല സൈഡിൽ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കുത്തിക്കയറ്റി വണ്ടിയൊന്ന് നിർത്തിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾക്ക് തുടങ്ങാനായിട്ട്. You know that I'm always honest. Stay away from those who are toxic. Keep them out your face, no way, you don't want it, yeah. Don't try to drain my energy. The enemy is everything. It's mentally, unhealthily. രണ്ടെണ്ണം മതി, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. ഇന്ന് നാളേക്ക് കഴിക്കാനോ? ആ സൈസ് അത് പോകും. അന്തമാരി രണ്ടര മതി. അച്ഛനെ നമ്മളിങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വണ്ടിയൊക്കെ നിർത്തിയിട്ട് പോകുന്ന വഴിയിലത് 4 നമ്മുടെ നാട്ടിൽ കൊയ്യാക്കാന്ന് പറയും. തമിഴ്നാട്ടിലാകുമ്പോൾ കൊയ്യാപ്പളം എന്ന് പറയും. ഇനി തൃശ്ശൂർ പാലക്കാടിൻ്റെ മുകളിലോട്ടും താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പേരിക്ക എന്നൊക്കെയാണ് പറയണത്. പാലക്കാട്ടിലാണ് കൊയ്യാക്കാന്ന് പറയുന്നത്. അപ്പോൾ സാധനം ഒരു 4 എണ്ണം 50 രൂപയ്ക്ക് തന്നിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളത്. പേര് നമുക്ക് നേരെ അവിടെ ടിക്കറ്റൊന്നും ആവശ്യമില്ല, നേരെ അകത്തോട്ട് പോകാം.
ശിവരാത്രി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഒരുപാട് പേര് വന്നില്ല, ഇഷ്ടംപോലെ ആളുകളാണ്. നല്ല തിരക്കെന്ന് പറയുന്നത് നല്ല തിരക്കാണ്. റോഡുകളിലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് പോലും ഇല്ല. അപ്പോൾ ഇതാണ് സ്ഥലം, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഈശാ യോഗ സെൻറ്റർ കോയമ്പത്തൂർ. അപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് ഇന്നലെ നല്ല വലിയ കലാപരിപാടികളും അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസും മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് നമുക്ക് കഴിഞ്ഞത്. ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു എംബ്ലം പോലെ ഒരു പണിത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കാട് ഏരിയയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം തന്നെയായിരിക്കും. നോർത്ത് ഇന്ത്യൻസ് അതുപോലെ തന്നെ തമിഴ്, മലയാളം, കേരളത്തിൽ നിന്നുള്ളവരും ഒക്കെ ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ശിവരാത്രി പ്രമാണിച്ചിട്ട്. ഒരുത്തം വെള്ളമൊടിച്ച് കിണ്ടിയായിട്ട് സെക്യൂരിറ്റി തൂക്കിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അകത്ത് കാർ പാർക്കിങ് കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 500 മീറ്ററൊക്കെ ഉണ്ട്. പക്ഷേ വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല. അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ മുന്നിലായിട്ട് ഇങ്ങനെയൊരു ബിൽഡിങ് ഇവിടെ പണി നടക്കുന്നുണ്ട്. മുകളിൽ നല്ലൊരു പ്രതിമ അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവന്മാർ 2 വീലർ അകത്തോട്ട് വിടുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, അകത്തോട്ട് കയറ്റി വിടുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ ഇന്ന് തിരക്കായതുകൊണ്ടായിരിക്കും, ശിവരാത്രി ആയതുകൊണ്ടായിരിക്കും കടത്തി വിടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് നേരെ ബൈക്കിന് തന്നെ പോകുമായിരുന്നു. ഒഴിഞ്ഞൊരു പ്ലേസാണ് കേട്ടോ ഇത്. അവരുടെ ഇഷ ഫൗണ്ടേഷൻ ഒരു പ്രൊമോഷന് വേണ്ടി ഉണ്ടാക്കിയൊരു സംഭവമായിരിക്കും. കാരണം ആളുകൾ ഒരുപാട് വരുമല്ലോ. ഈ ഒരു സംഭവം അങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഫേമസ് ആയിട്ട് നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് വരണമെങ്കിൽ എത്രത്തോളം ഫേമസ് ആയി എന്നുള്ളത് അറിയാം. തോട്ടം ഏരിയയാണ്. നമ്മുടെ ട്രാക്ടർ ഉപയോഗിച്ച് കിളച്ച് മറിച്ചിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ കവുങ്ങിൻ തോട്ടം, തെങ്ങിൻ തോട്ടമൊക്കെയാണ്. നടന്ന് മതിയാവും തോന്നുന്നു. ഇത് സംഭവം റൂട്ട് മാപ്പ് ഇട്ട് നോക്കിയ സമയത്തിൽ 60 കിലോമീറ്ററാണ് നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ളത്. പക്ഷേ ശരിക്കും നമ്മൾ വാളയാറെത്തി കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് വലിയൊരു മല നിര കാണാനായിട്ട് പറ്റുന്നുണ്ട്. പാലക്കാടൻ ചുരത്തിൻ്റെ ആ ചുരം ശരിക്കും റൗണ്ട് ചെയ്തിട്ട് നേരെ വന്നെത്തുന്നത് ആണ് ഈ സ്ഥലം. ശരിക്കും ക്രോസായിട്ട് വഴിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പകുതി കിലോമീറ്റർ വരുള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത്. ചുറ്റി ശരിക്കും യൂ ടേൺ എടുത്ത് വരുന്ന പോലെയാണ് നമ്മൾ വന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ആദിയോഗി ശിവ പ്രതിമ, അർദ്ധകായ പ്രതിമ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും വെയിറ്റൊക്കെ നമ്മളിപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഹിസ്റ്ററി നോക്കാനായിട്ട് വന്നതല്ല. ഒരുപാട് പേർക്ക് അതിന് കേൾക്കാനുള്ളൊരു മൂഡും ഉണ്ടാവില്ല. എങ്കിലും പറയാണ്, ഇത് 112 അടിയോളം ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇന്നലെ ശിവരാത്രിക്ക് നല്ല കിട്ടലും പരിപാടിയാണ് നടന്നത്. അതാണ് ഒരുപാട് എന്താ പറയുക 10,000-കണക്കിന് ചെയറുകളൊക്കെ ഉണ്ട്. സ്റ്റേജ് കണ്ടില്ല, സെൻറ്റർ ഒരു 500 മീറ്ററോളം നീളത്തിലാണ് ഈ സ്റ്റേജാണ്. പരിപാടി കഴിഞ്ഞതിന് ചേരുന്നതെല്ലാം പെരുക്കാൻ തന്നെ എത്ര ആളുകളാണെന്നറിയാം. വർക്കേഴ്സ്, ട്രെയിന്, JCB, ഫുൾ തിരക്കാണ് ഇവിടെ നിന്ന്.
25 അടിയോളം വീതിയിൽ 147 അടി നീളത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 8 മാസം നിർമ്മിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റീലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2 വർഷത്തെ പ്ലാനിങ്ങാണ് ഈ ഒരു പ്രതിമ നിർമ്മാണത്തിന് എടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചുറ്റും ഒരു കാട് ഏരിയ. ഒരുപാട് വർക്കേഴ്സാണ് പണിയെടുക്കുന്നത്. കാരണം അതിൻ്റെ വയറിങ് കാര്യങ്ങൾ, സ്റ്റേജ്, അതുപോലെ തന്നെ ചെയർ പെറുക്കാൻ തന്നെ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പോകാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്, പക്ഷെ അവർ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ സ്റ്റാച്ചുവിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു അമ്പലം പോലെ ഒരു ഇത് പണിതിട്ടുണ്ട്, മണ്ഡപം. അതിനകത്തോട്ടും വീഡിയോ എടുക്കാനായിട്ട് ആക്ച്വലി നമ്മൾ പുറത്തുനിന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ പുള്ളിക്കാരനൊക്കെയാണ് ഇന്നലെ പ്രഭാഷണം മറ്റും എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്വാമിമാരൊക്കെ വന്നിട്ടുണ്ട്, ആന്ധ്ര അതുപോലെ തന്നെ കർണാടക ഭാഗത്തു നിന്നുള്ളത്. इधर से कन्नड़ा अभी एक दिन अल्ला शिवरात्रि के लिए അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി ഇനി ഒരു ഫുഡ് കഴിക്കണം. ബാഗിൽ ചോറും വെള്ളമൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് സൈഡിൽ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിച്ചിട്ട് പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരിക്കൽ കൂടി പറയുകയാണ്, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഓണെന്ന് പറഞ്ഞ് എനബിളാക്കുക. അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ പാലക്കാട്ടില്ലേ, ஊர் வந்து பாலக்காடு ட்ராவல் பண்ணுறேன். என்ன பண்ணுறீங்க? சிவா ஸ்டாச்சு இருக்குல்ல, தெரியுமா? அங்கே வந்து திறக்கு ஜாஸ்தி, அதனால சாப்பிட முடியல. ஆ ஸ்ட்ரா இருக்கு, ஸ்ட்ரா இல்லை. நானே ஓட்ட சின்னதாக தான் போட்டேன். இந்த ஊர் பேர் என்ன பாட்டு? வேறு போட்டுக்கு இங்கே മാത്തവരായപുരം. ഇന്ന് കഴിക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. നമ്മുടെ പാട്ടി ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് നേരെ വികാരത്തിന് ഒരു ചെയറൊക്കെ തന്നെ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഭക്ഷണം. അട്ടപ്പാടിയിലുള്ള ഊർക്കുള്ള അട്ടപ്പാടി കേരളക്കാരി പേരെന്നെ பழனியம்மா. പഴനിയമ്മ. ഓക്കെ, ശരി, കാണാം പകലാം. டொப்பி எடுத்துகிட்டு போ. ഓക്കെ, ഹെൽമെറ്റ് അവിടെ വെച്ചിട്ട് എടുക്കാൻ വേണ്ടി ഓർമ്മിച്ച തൊപ്പി. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പുള്ളിക്കാർക്ക് ഭക്ഷണം കഴിക്കാണെന്നൊന്ന് വെള്ളമൊക്കെ തന്നു. അട്ടപ്പാടിക്കാരിയാണ്. കല്യാണം കഴിച്ചത് ഇവിടേക്കാണ്. പിന്നെ അങ്ങോട്ട് നാട്ടിലോട്ട് പോയിട്ടില്ലെന്ന് പറഞ്ഞു. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ.